സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. അങ്ങനെയെങ്കിൽ എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മനുഷ്യന് പ്രതീക്ഷിച്ചാണ്. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല അപ്പാന്റെ ഉമ്മായുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ അപ്പാന്റെ ഉമ്മ ഷെമിയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതോ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇവരിപ്പോഴും ആദ്യത്തെ ആ ഒരു മൊഴിയിലാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു 24 ന്യൂസിനകത്ത് ശ്രീകണ്ഠൻ നായർ ഈ ഉമ്മയായിട്ട് സംസാരിക്കുന്നത്. ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കണമോ എന്നൊക്കെ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉയരുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ആദ്യം ഈ പോലീസ് ഷെമിയെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ന്യൂസ് ഉണ്ട്, ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കേൾക്കാം. ആ സമയത്ത് പോലീസിനോട് ഇവരെന്താണ് പറഞ്ഞതെന്നുള്ളത്. വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത്. ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത്. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത്. അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല. കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും വ്യക്തമായ മറുപടി ഉണ്ടായില്ല. 1 മണിക്കൂർ സംസാരിച്ചെങ്കിലും കാര്യമായ മറുപടി കിട്ടാതിരുന്നതോടെ പോലീസ് സംഘം മടങ്ങി. അപ്പോ പോലീസ് ആവർത്തിച്ച് ചോദിച്ചിട്ടും 1 മണിക്കൂറോളം ചോദിച്ചിട്ടും പോലീസ് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കമാന്ന് പറയുന്ന ഒരു അക്ഷരം പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. കട്ടിലിൽ നിന്ന് വീണു, പരിക്കേറ്റു, എണീക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പരിക്കേറ്റു തലയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അവൻ ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവര് മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഇളയ മകനെയും അല്ലാണ്ട് ബാക്കിയുള്ളവരെയെല്ലാം കൊന്ന കാര്യം ഇവരുടെ ഭർത്താവായ റഹീം ഇവരോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് പോലും എന്നിട്ടും ഇവര് മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് 24 ന്യൂസിനോട് ഷെമി തുറന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഒരു മീഡിയക്ക് മുന്നിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ശ്രീകണ്ഠൻ നായർ പോയിട്ട് പുള്ളിക്കാരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് അവര് കൊടുത്ത കുറച്ച് മറുപടികളുണ്ട്. അത് ഞാനൊന്ന് വെക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണോ ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. കേട്ടില്ലേ? ആ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. പറയുന്നത് പച്ചക്കള്ളമാണെന്ന്. അതാണ് കറക്റ്റ്, അത് തന്നെയാണ് കറക്റ്റ്, എന്റെ ഓർമ്മയിലും അതൊക്കെ തന്നെ ഉള്ളു, അത് തന്നെയാണ് ശരി. അവരങ്ങ് സമർപ്പിക്കുവാണ് ഇതാണ് എന്നുള്ള സംഭവം എന്നുള്ള രീതിയിൽ. അവരൊരു തവണ പോലും അവരുടെ മൊഴി മാറ്റി പറയാൻ ശ്രമിക്കുന്നില്ല. അതെന്തായാലും മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഉറപ്പാണ്. ബാക്കിയും കൂടെ കേൾക്കാം. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് എന്ന് ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? റഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക. നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കും. ഇവരോട് ഇനി എത്ര തവണ ചോദിച്ചാലും ഇവരിനി മാറ്റി പറയുമെന്ന് തോന്നുന്നില്ല. ഈ വീഡിയോയിൽ തന്നെ ഇവർ പറയുന്നുണ്ട് എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന്. ഇനി ഇവർ ശത്തെന്ന് പറഞ്ഞാലും ഈ അപ്പാനെതിരെയുള്ള മൊഴി ഇവർ മാറ്റി പറയില്ല. ബാക്കിയോടെ കേൾക്കാം. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. അല്ലാതെ എനിക്കറിയില്ല, ഇവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ.
ഇവർക്കെല്ലാം ഓർമ്മയുണ്ട്. ഇവർക്ക് ഇത്രയും കടം എങ്ങനെ വന്നു എന്നതിനെ പറ്റി സംസാരിക്കുന്നില്ല. ഇവർ കട എവിടെ നിന്നൊക്കെ വാങ്ങിച്ചു എന്നതിനെ പോലും സംസാരിക്കുന്നില്ല. ഇവര് കൊച്ചിന് ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം അതും ഇതും, പിന്നെ അല്ലാണ്ട് പോലീസ് എത്ര തവണ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തെന്നുള്ള കാര്യവും എല്ലാം ഇവർക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് നടന്നത് മാത്രം അവരുടെ ഓർമ്മയിലുള്ളത് കട്ടിൽ നിന്ന് വീണെന്നും പിന്നെ വീണിട്ട് തല പൊട്ടിയെന്നും വീണ്ടും എഴുന്നേറ്റ് പിന്നെയും വീണ് അപ്പോഴും തല പൊട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കറക്റ്റ് ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ലാന്ന്. ഈ ഓർമ്മയില്ലാത്ത ഒരാള് എങ്ങനെ കട്ടിലിൽ നിന്ന് താഴെ വീണ കാര്യം ഓർത്തെടുത്തു? ആ കള്ളം എങ്ങനെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു? ഒന്നെങ്കിൽ ഇവര് ബ്ലാങ്ക് ഔട്ട് ആയിട്ട് സംസാരിക്കണം. ഇവര് ചുമ്മാ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനിയുള്ള ഭാഗമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എന്തിനാണ് ഇവർ ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് കേട്ടോക്ക്. അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറ് എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം. അങ്ങനെയെങ്കിൽ എന്റെ മൂത്തോ ഇളയോ മരിച്ചു, എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മനുഷ്യന് പ്രതീക്ഷിച്ചാണ്. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ ഉമ്മ. ഉമ്മയെ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ. ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോ നമുക്ക് പോവാം. കേട്ടല്ലോ, എന്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് ഒരു തരത്തിലുള്ള സഹതാപവും ഇവരോട് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് കുട്ടികളെ നശിപ്പിക്കുന്നത്. ഇവര് ഇത്രയും പേരെ അവൻ കൊന്നതാണെന്നുള്ള കാര്യം ഇവരോട് ഇവരുടെ ഹസ്ബൻഡ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവര് ഇങ്ങനെയാണ് പെരുമാറുന്നത്. എന്തായാലും ഞാനൊരു വീഡിയോ വെച്ചുതരാം, നിങ്ങൾ അഫാനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട്. കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഷമിയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ചെയ്ത അവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഈ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാ? ഇല്ല, അപ്പോഴും പറഞ്ഞ അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് ഇപ്പോഴാണ് പറയുന്നത്. അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് പറയുന്നത്. ശരിക്കും കേട്ടല്ലോ, ഇവന്റെ ഇളയ മകനെ അവനാണ് കൊന്നത്. അവന്റെ വല്ലുമ്മയെ കൊന്നു. ആ പുള്ളിക്കാരന്റെ സഹോദരനെയും സഹോദരിയെയും കൊന്നു. കാമുകിയെയും കൊന്നു. ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇവനെ ഇപ്പോഴും ഇറക്കിക്കൊണ്ട് വരണമെന്നാണ് ആ ഉമ്മ പറയുന്നത്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, ഒരേ ഒരു പ്രതീക്ഷ ഇനി അവൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം. പോലീസുകാർ എത്രയൊക്കെ ഇവരുടെ പുറകെ നടന്നിട്ടും ഇനി കാര്യമില്ലാന്ന് തോന്നി. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു മൊഴിയിൽ ഉറച്ചു തന്നെ നിൽക്കും. ഇനി ഇത് മാറുമെന്ന് തോന്നുന്നില്ല. ശരിക്കും ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും, അറിയാം എന്നാണ് എന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ കടവ് എങ്ങനെ വന്നു, ഇനി കൊല്ലാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഇവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യങ്ങളൊക്കെ ഇവരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാം അറിയാം. ശരിക്കും ആ ഒരു ദിവസത്തെ കാര്യം മാത്രം ഇവർക്ക് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഇവര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും അഫാന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് 24 ന്യൂസുകാരുടെ വക ശ്രീകണ്ഠൻ നായർ ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന്. അഫാന്റെ വാപ്പയ്ക്ക് അത് വാക്ക് നൽകുന്നുണ്ട്. ആ ഒരു വീഡിയോയും കൂടെ കണ്ടു. ഇനിയിപ്പോ എന്താ ഐഡിയ ആ കാര്യത്തില്? കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങേക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളുടെ പുള്ളിക്കാരുടെ കുടുംബത്തിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാ. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ. അങ്ങ് അതിലൊന്നും വിഷമിക്കണ്ട. കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങയോട് സമാധാനിക്കണമെന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ പോലും കാരണം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും വേദന അനുഭവിക്കുന്ന പിതാവ് അങ്ങ് തന്നെയാണ്. കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ്. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ എന്തായാലും അങ്ങയുടെ വീട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസത്തിൽ തന്നെ പണി തുടങ്ങാം കേട്ടോ. വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. എനിക്ക് അതിനോട് ഒരു എതിർപ്പും ഇല്ല. പക്ഷെ അത് ഇപ്പൊ വേണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ അത് ഇപ്പം വേണ്ടായിരുന്നു, ആ വീട് വെക്കുന്ന കാര്യം ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടായിരുന്നു എന്ന് ഞാനല്ല പറയുന്നത്, കമന്റ് സെക്ഷനാണ്. അഫാന്റെ വാപ്പായ റഹീമിനോട് എനിക്ക് ഒരുപാട് റെസ്പെക്ട് തോന്നുന്നുണ്ട്. ആ പുള്ളിക്കാരൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ മകനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരുത്തനാണ്, അവനെ നിയമത്തിന്റെ വഴിക്ക് വിട്ടേക്കാനാണ് അയാൾ പറയുന്നത്. പക്ഷെ ഈ ഉമ്മാടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഒരു തരത്തിലുള്ള സഹതാപവും ഇവരോട് തോന്നുന്നില്ല. ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്സ് ഞാൻ വായിക്കാം. അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഒരു വിഷമവും തോന്നുന്നില്ല. മകനെ ഇറക്കിയിട്ട് വേണം ഇനിയും ജീവിതങ്ങൾ ഇല്ലാതാക്കാൻ. ശരിക്കും പറഞ്ഞാൽ അവൻ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നാട് മൊത്തം ഭീതിയിലായിരിക്കും. നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്, കൊലപാതകവും ലഹരിയുടെയും അല്ലാതെ ജീവിക്കുന്നവര്. അവരൊന്നും സമൂഹത്തിന് മുന്നിൽ പോപ്പുലർ ആവുന്നില്ല എന്ന് മാത്രം. ഇത് ദൂർത്തു കൊലയും കൊണ്ട് സാമൂഹിക ശ്രദ്ധ നേടിയ ഈ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിൽ എന്ത് ഔചിത്യമാണ് കാണുന്നത്? ഈ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് നൽകുന്നത്? ശരിയാണ്. അതുപോലെ തന്നെ വേറൊരു കമന്റ്, നിങ്ങളുടെ മകനെ പോലെ തന്നെ മകളെ നഷ്ടപ്പെട്ട ഒരമ്മ ഇപ്പോഴും കാണാമറയത്ത് ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്. ആ കണ്ണീര് ആര് തുടയ്ക്കും? ഫർസാന അതും ഒരമ്മ പെറ്റ
പൈതലല്ലേ? കറക്റ്റ്. അതെ, അത് വളരെ സത്യമാണ്. ആ പെൺകുട്ടിക്കുള്ള ആ ഒരു ഫാമിലിയിൽ നഷ്ടപ്പെട്ട ആ ഒരു ഫാമിലി, അവരോട് ആര് സമാധാനം പറയും? എന്തോ ഒരു തവണയെങ്ങാണ്ടാണ് ആ പെൺകുട്ടിയുടെ അനിയൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത്, അതും കണ്ണീരോടെ. അല്ലാതെ ആ ഒരു ഫാമിലിയെ പറ്റി പോലും ആരും ഓർക്കുന്നില്ല. ഈ മീഡിയക്കാരും അവരെയൊന്നും കാണുന്നില്ല. ഈ അപ്പാന്റെ കുടുംബത്തിലുണ്ടായ ആ ഒരു ആവലാതി എന്തുകൊണ്ട് ആ ഒരു കുടുംബത്തിന് കിട്ടുന്നില്ല? സാറ് വീണ്ടും ഉണ്ടാക്കി കൊടുക്ക്. യുവതലമുറയ്ക്ക് പ്രചോദനമാകാൻ, ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രചോദനമാവട്ടെ എന്ന്. ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ. ഈ ഒരു ആക്ട് കാരണം ശ്രീകണ്ഠൻ നായർക്ക് നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. കമന്റ് സെക്ഷൻ ഒന്നടങ്കം പറയുന്ന ഇതിന്റെ യാതൊരുവിധ ആവശ്യമില്ലായിരുന്നു എന്നാണ്. ഇത് എന്തോ ഈ പ്രകൃതി ദുരന്തം വന്നതോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുണ്ടായിരുന്നുള്ള നഷ്ടമല്ല. ഈ തള്ളയുടെയും ഈ മകന്റെയും ദൂർത്ത് കാരണം അത് പുള്ളിക്കാരന് പോലും അറിയില്ല എങ്ങനെയാണ് ഈ കടം വന്നത്. ആ വാപ്പാടെ വാപ്പ അവിടെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇങ്ങോട്ട് അയക്കുകയും ചെയ്യും. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ദൂർത്തടിയും നടക്കും, പിന്നെ കടം വാങ്ങിക്കലും നടക്കും. ശരിക്കും ഈ തള്ളയുടെ വാക്കിൽ നിന്ന് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ മകനെ ഇത്രയും ക്രൂരതകൾ ചെയ്ത് ഈ മകനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ വാർത്തദോഷം കൊണ്ട് തന്നെയാണ് ഈ മകൻ ഇങ്ങനെ പിഴച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ 5 കൊലയ്ക്കും ഇവരും കൂടി കാരണക്കാര് തന്നെയാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും മക്കളെ ന്യായീകരിക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ. മക്കളുടെ നാശത്തിന്റെ ആദ്യ കാരണവും ഇവർ തന്നെയാണ്. 100% ഞാൻ ഈ ഒരു കമന്റിനോട് യോജിക്കുന്നു. കറക്റ്റ് കാര്യമാണ്. എന്തായാലും ഒരു ഭർത്താവ് ഇവരൊക്കെ മരിച്ച കാര്യം കള്ളം പറയില്ല. പക്ഷേ അവനെ ഇറക്കാൻ വേണ്ടി ഇവര് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതൃസ്നേഹം, ഇതാണോ മാതൃസ്നേഹം? വല്ലാത്തൊരു മാതൃസ്നേഹം തന്നെ. അർഹിച്ചവർക്ക് വീട് നൽകൂ. ഇവർക്ക് ഒരു മറവിയുമില്ല. ക്രിമിനലായ മകനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഇവർക്ക് ഒരു മറവിയില്ല. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആണ്. ഇവർക്ക് മറവിയില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവർക്ക് ഇത്രയും കടം വന്നു എന്നറിയണം. അതവര് പറയണം. അതെല്ലാം മറന്നുപോയി. അത്രയും കാര്യങ്ങൾ അന്ന് നടന്ന കാര്യങ്ങൾ മറന്നുപോയി. ബാക്കി എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നെങ്കിലും ഒരു നാൾ ഈ ഒരു കേസിന്റെ ചുരുളഴിയുന്ന സമയത്ത് ഇവരും ആ ഒരു കുറ്റകൃത്യത്തിന് കാരണക്കാരിയാവും. ഉറപ്പാണ്. അടുത്തൊരു കമന്റ് കാണാം. വീട് കിട്ടാനും കടം വീട്ടാനും എല്ലാവരുടെയും പരിഗണന കിട്ടാനും പൊറോട്ടയും ബീഫും എപ്പോഴും കഴിക്കാനും 5 പേരെങ്കിലും ചുമ്മാ കൊല്ലുക. വളരെ നല്ല സന്ദേശം, നല്ല മോട്ടിവേഷൻ. കീപ് ഇറ്റ് അപ്പ്. 24 ന്യൂസിന് ഇട്ടുള്ള പണിയാണ്. റേറ്റിംഗിന് വേണ്ടിയിട്ട് എന്ത് വേണേലും കാണിക്കാം. പക്ഷെ ഇത് ഇത്തിരി കടന്നുപോയി. ഈ കേസ് തെളിഞ്ഞ് ഈ ഉമ്മയ്ക്കും വാപ്പായ്ക്കും ഒരു തരത്തിലുള്ള പങ്കുമില്ല. അപ്പാനാണ് ഇതിന് പൂർണ്ണ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മാത്രം ഇവരെ സഹായിക്കേണ്ട കാര്യമുള്ളൂ. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ഈ പൈസ കൊടുത്ത് സഹായിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സഹായിക്കാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് പൈസ കൊടുത്ത് ഈ മകനെ ഇറക്കാൻ കാരണമാവുന്നത്. ഈ ഉമ്മയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഇറക്കാൻ വേണ്ടി എന്ത് കോപ്രായം കാണിക്കുമെന്ന്. ഈ മകൻ ഇനി ഇറങ്ങാനൊന്നും പോകുന്നില്ല. അവനിക്ക് കൊലക്കയറ് തന്നെയാണ് കിട്ടുന്നത്. ഈ സഹായത്തിന്റെ ഒക്കെ ഒരു പങ്ക് അങ്ങോട്ട് പോകുമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഷെമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് എന്തുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന്റെ റീസൺ, ഇവരുടെ ഒരു ഇളയ മകൻ മരിച്ചിട്ടുണ്ട്. അവനെ കൊന്നത് സ്വന്തം മൂത്ത സഹോദരൻ തന്നെയാണ്. എന്തുകൊണ്ട് ഇളയ മകനെ ഓർത്ത് ഇല്ലാത്ത ദുഃഖമാണ് ആ മൂത്തവൻ ജയിലിൽ കിടക്കുന്നവനോട്? ഇവരുടെ കുടുംബത്തിലെ വേറെ 2-3 പേരെ കൂടി ഇവൻ കൊന്നതാണ്. ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണുകൂടി ഇതിന് ഇരയായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും ഇവർക്ക് യാതൊരുവിധ ദുഃഖവും ഇല്ലെന്നാണ്. എന്റെ മകനെ പുറത്തിറക്കണം, അതാണ് അവരുടെ വായിന്ന് വരുന്ന ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും എന്റെ മകനെ പുറത്തിറക്കിയേ പറ്റൂ. ആകെ കൂടി അവരുടെ പ്രതീക്ഷ അതാണ്. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ പറയുന്നതാണോ ശരി അതോ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.